നിസ്കരിക്കുന്ന ആളുകൾക്ക് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടാൽ നിസ്കാരമില്ല, അതിന് തയമ്മും ചെയ്യണ്ടേ, അതിനിപ്പോൾ മണ്ണ് വിടുന്ന. അതുപോലെ തന്നെ നൂറുകൂട്ടം സംശയങ്ങൾ. രോഗികൾക്കുള്ള ഇളവുകളെ കുറിച്ച് അറിഞ്ഞിട്ടില്ല, നിസ്കരിക്കാൻ അവർക്ക് സമയമില്ല, താല്പര്യമില്ല, അവർക്ക് മനസ്സ് വരുന്നില്ല. ഹോസ്പിറ്റലുകളിൽ അവരെ ശുശ്രൂഷിക്കാൻ നിൽക്കുന്ന ആളുകൾക്കും നിസ്കാരമില്ല. ആണുങ്ങളാണെങ്കിൽ ചിലപ്പോൾ ഒരു വേള പള്ളിയിലേക്ക് പോയേക്കും, പെണ്ണുങ്ങളാണെങ്കിൽ അവരും നിസ്കാരം ഒഴിവാക്കുന്നു. ആസ്പത്രിയിൽ എങ്ങനെയാ നിസ്കരിക്കുക, അവിടെ ഒന്നും വൃത്തിയില്ല എന്നൊക്കെ പറയും. ഒരിത്തിരി മണ്ണ് നമുക്ക് കയ്യിൽ അതൊരു പാക്കറ്റിലാക്കി കൊണ്ടുപോയി വെച്ച് അതൊരു കടലാസിൽ അതിൻ്റെ സമയമാകുമ്പോൾ ആ മണ്ണങ്ങ് വിരിച്ച് അതിൽ കൊണ്ട് തയമ്മും ചെയ്യിപ്പിക്കുന്നതിന് എന്ത് തടസ്സമാണ് നമ്മുടെ കൈകളിലുള്ളത്, എന്ത് പ്രയാസമാണ് നമുക്കുള്ളത്. നിൽക്കാൻ കഴിയില്ലേ, ഇരിക്കൂ. ഇരിക്കാൻ കഴിവില്ലേ, കിടന്നുകൊണ്ട് നിസ്കരിച്ചോളോ. നിസ്കാരത്തിന് യാതൊരു വിധത്തിലുള്ള ഇളവുകളും അഥവാ നിസ്കാരം ഒഴിവാക്കാൻ നമുക്ക് വകുപ്പില്ലെന്ന കാര്യം കുടുംബങ്ങളെ നമ്മൾ കൃത്യമായി തന്നെ മനസ്സിലാക്കണം.